ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ലക്ഷദ്വീപ് യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഗത്തിയിൽ നിന്ന് ബംഗാരം ഐലൻഡിലേക്കാണ് നമ്മൾ ഇന്ന് പോണത്. അപ്പോൾ ഇവിടുന്ന് വലിയൊരു ബോട്ടിലാണ് നമ്മൾ പോവുക. ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവരും റെഡിയായി. അപ്പോൾ ഇന്ന് ഫുൾ നമ്മൾ അവിടെയാണ്. ഇന്ന് അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ ഒരു കടലിനൊരു ചൊറുക്കുണ്ടല്ലോ, അപ്പം അത് ചിലർക്ക് പറ്റാണ്ടാവുമ്പം ഛർദ്ദിക്കും എന്നൊക്കെയാണ് പറയണത്. എന്തായാലും നമുക്ക് നോക്കാം. സുന്ദരമായിട്ടുള്ള എവിടെ വെച്ച് നോക്കിയാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമാണ്. അപ്പം എന്തായാലും ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ കൂടെയാണ്. അപ്പം ബംഗാരം കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈ നിറയെ ശ്രദ്ധിച്ചോ? നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളിനെയാണ് കേട്ടോ, ജിബിൻ എന്നാണ് പേര്. നല്ല പാട്ടും പരിപാടിയും, പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ട് മഴയൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും വിഷമമായിരുന്നു. നല്ല വെയിലാണല്ലോ ഈ ബോട്ടിൽ, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും. എന്തോ ദൈവം അതും നമ്മളെ കാത്തു. നല്ല മഴക്കാറും അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള വിഷലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല മഴക്കാറുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയും കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മാടി ഒലഞ്ഞിട്ടാണ് നമ്മൾ ഈ ഷിപ്പിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഷിപ്പല്ല, ബോട്ട്. അപ്പം അത്യാവശ്യം ഡാൻസും പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ഉള്ള സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. ഇനി നമ്മൾ എത്താൻ പോണത്, അതായത് ഇപ്പം നമ്മളിത് ആ സ്പോട്ടിലേക്ക് എത്തി. നിങ്ങൾക്ക് ഇങ്ങനെ അവിടെ കാണുന്നുണ്ട്, അതായത് 4 ഭാഗം വെള്ളമാണ്, പക്ഷെ നടുവിലിങ്ങനെ വെള്ളമൊന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതാണ് സാൻഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ബോട്ട് നങ്കൂരം ഇടാൻ പോവുകയാണ്. ഏകദേശം നമ്മളെത്തി. ഈ ബോട്ട് അത്യാവശ്യം നല്ല വലിയൊരു ബോട്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് വേണം ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 3 ആളുകൾ നമ്മൾ ഇതിനകത്തുണ്ട്. ഇവരൊക്കെ വളരെ സപ്പോർട്ടീവാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ അപ്പോൾ നമ്മളെ കൈപിടിച്ച് നടത്താനോ അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റി ചെയ്യാനോ എല്ലാം അവർ വളരെ ഹെൽപ്പായിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കും. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തെ ഒരു കളറ് കണ്ടോ? അതേപോലെ തന്നെ നമുക്ക് നടക്കാനുള്ള ഏകദേശം ഒരു വലിയ ആളുകളൊന്നും ഇല്ല. ഇവിടെ ഒരു ബോട്ടിൽ വന്നിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ കാണുന്നുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ വിചാരിക്കുക ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കിട്ടാനായിട്ട് വൻ ഡിമാൻഡാണ്. അപ്പോൾ ഇവിടെ ഗംഭീര തിരക്കായിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ. കാരണം ഫ്ലൈറ്റിൻ്റെ എണ്ണം നിങ്ങൾക്ക് അറിയാമല്ലോ. മീൻസ് എന്നും ഫ്ലൈറ്റ് ഉണ്ടെങ്കിലും 70 സീറ്റിൻ്റെ ഫ്ലൈറ്റാണ്. എല്ലാ ദിവസവും ഇവിടെ ആളുകൾ വന്നാലും ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. എന്ത് ഭംഗിയല്ലേ കളറ് കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മളിങ്ങനെ കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങണം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി.
നല്ല വെയിലുണ്ട് കേട്ടോ. എന്നാൽ കുറച്ച് മഴക്കാറും പരിപാടികളൊക്കെ ആയി നിൽക്കുന്ന കാരണം വലിയ പൊള്ളലില്ല എന്ന് മാത്രം. അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്നോർക്കലിങ്ങിൻ്റെ ഒരു പ്രാക്ടീസൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് ചെയ്ത് അത്യാവശ്യം എല്ലാവരും ഇവിടെ ഇറങ്ങിയ വഴിക്ക് തന്നെ നടന്നങ്ങ് പോയി. എല്ലാവരും അവരവരുടെ പേഴ്സണൽ ഫോട്ടോകൾ എടുക്കലും പരിപാടികളുമായിട്ട് സമയം പോയതേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞില്ല കേട്ടോ. അത്രയും ഇവിടെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. എല്ലാവരും ഫോട്ടോ എടുക്കലും പരിപാടികളും ആയിരുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്ന് കസേര ഇട്ടിരുന്ന് ലോകം മൊത്തം വൈറലായ ഒരു ഫോട്ടോ, എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഒരു സ്ഥലം, അവിടെയാണ് ഇപ്പം നമ്മളുള്ളത്, സ്റ്റാൻഡ് ബാങ്കിൽ. അപ്പം നമ്മുടെ ആളുകൾ ഇവിടെ ഇറങ്ങി കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. മാക്സിമം ഈ സ്ഥലം എൻജോയ് ചെയ്തു. ഇനിയൊരു ടീ ബ്രേക്കിന് കയറിയിരിക്കുകയാണ്. ഒരു ചായ അവർ ബോട്ടിൽ തന്നെ ഉണ്ടാക്കി തന്നു. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ സ്നോർക്കലിംഗ് ആക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് വേറെ സ്ഥലത്താണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം അതിന് കുറച്ച് പേര് സ്കൂബ ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അവരും കൂടെ ആ ആക്ടിവിറ്റി ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അടിപൊളി വൈബാട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ, ഈ ക്യാമറയിൽ കാണുന്ന പോലെയും കൂടെ അല്ല, ഇത് ശരിക്കും നേരിട്ട് കണ്ടുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടവർക്ക് അതിനൊരു ടാറ്റ കൊടുക്കാം. ടാറ്റ കൊടുക്കാൻ തിരിയുമ്പോൾ ആവശ്യം മൂന്ന് കടലിൽ പോയാൽ കപ്പൽ നിർത്തി തിരികെ എടുക്കുന്നതല്ല.
അങ്ങനെ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ചു കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. അതായത് ഇത് ബംഗാരം ഐലൻഡാണ്. ഇവിടെ ആൾതാമസമില്ല. 1-2 ഫാമിലിയൊക്കെ താമസിക്കുന്നുണ്ട്. അത് ഈ എന്താ പറയുക, തെങ്ങ് കയറുന്നവരും അങ്ങനെയൊക്കെയുള്ള 1-2 ജോലികൾ ചെയ്യുന്ന ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് രാവിലെ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ നമുക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. കാര്യം നമുക്ക് കഴിക്കാനായിട്ട് വീണ്ടും നമുക്ക് തിരിച്ചകത്തിയിലേക്ക് തന്നെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ പാക്കിംഗ് ആയിട്ടാണ് വന്നത്. ബിരിയാണിയുമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനൊരു സ്ഥലത്തോട്ടേക്ക് നമ്മളിങ്ങനെ പോവുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ വഴികളൊക്കെ തന്നെ ആയാലും കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇനി ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് വീണ്ടും നമ്മൾ തിരിച്ചു പോവും. എന്നിട്ട് നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യും. അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടികൾ. ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ്, അതായത് ബോട്ടിൽ
പോകുമ്പോൾ പലപ്പോഴും പല രീതികളിലാണ് ഇവർ നമ്മളോട് ഇരിക്കാൻ പറയുക. അതായത് ഇപ്പം എന്താ പറയുക, കുറച്ച് പേര് ആ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് കുറച്ച് പേരോട് ഫ്രണ്ടിൽ വന്നിരുന്നോളാനായിട്ട് പറഞ്ഞു. നമ്മളെല്ലാവരും ഇവിടെ വന്നിരുന്നു കേട്ടോ. രസമായിരുന്നു, എല്ലാവരും എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തു. പിന്നെ നമുക്ക് പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം കാറ്റിൻ്റെ എതിർദിശയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ നല്ല ആടി ഒലഞ്ഞിട്ടായിരുന്നു ഈ ബോട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ പല ആളുകളും ആ സമയത്ത് ഛർദ്ദിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്. പിന്നെ വെയിലധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പം അതുകൊണ്ട് ആർക്കും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എനിക്കൊക്കെ വെയിലടിച്ചാൽ തലവേദന ഉണ്ടാവണം കേട്ടോ, പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ ലക്ഷദ്വീപ് യാത്രയിൽ നമുക്ക് വെയിലും പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റി, അതേപോലെ തന്നെ ചെറിയ മഴയും ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത് നോക്കും. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്ന് ആലോചിച്ചായിരുന്നു. കാര്യം ഇവരൊക്കെ ശരിക്കും കടലിൻ്റെ മക്കൾ എന്ന് തന്നെ പറയാം. കാര്യം ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ വേറെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ സ്കൂളിൽ നിന്ന് വരിക, ബാഗ് അങ്ങോട്ടേക്ക് ഇടുക, നേരെ കടലിലേക്ക് അങ്ങോട്ട് ചാടുകയെന്ന് പുള്ളി പറയുക. അപ്പം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നീന്താൻ അറിയാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. കടലിൽ വളർന്ന ആളുകളെ പോലെ തന്നെയാണ് ഇവർ. അവർക്കൊന്നും ഒരു പേടിയില്ല നിൽക്കാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങനെ വീണ്ടും 1 മണിക്കൂർ യാത്ര കൊണ്ട് നമ്മൾ താമസിക്കുന്ന അഗത്തിയിലേക്ക് എത്തി. നമ്മളിവിടുന്ന് പോകുമ്പോൾ തന്നെ ഫുൾ സെറ്റപ്പ് ആയിട്ട്, അതായത് സ്പീക്കർ വരെ ഇവർ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നല്ല പാട്ട് പാടാനും അനൗൺസ്മെൻറ്റിനും കാര്യങ്ങൾ അറിയിക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. ആ കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു. എല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് അവർ ചെയ്തു തന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ വന്ന സമയത്ത്, അതായത് ഇവിടെ ഒരു ഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഷിപ്പിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ. അതായത് അവർ 2-3 ദിവസത്തെ പരിപാടിയായിട്ട് ബോംബെയും അതേപോലെ തന്നെ ലക്ഷദ്വീപും അങ്ങനെയായിരുന്നു ആ ഷിപ്പിൽ വന്ന ആളുകളുടെ ഒരു പ്ലാന്. അപ്പോൾ അവർക്ക് ലക്ഷദ്വീപ് വിസിറ്റ് എന്ന് പറയുന്നത് രാവിലെ ഈ ഷിപ്പ് ഇവിടെ വരും, വൈകുന്നേരം തിരിച്ചു പോകും. അപ്പോൾ അതുവരെ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റികളുണ്ടോ അതൊക്കെ അവർക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. അങ്ങനെയാണ് ഈ വിസിറ്റേഴ്സ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോ? കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. എവിടെ വന്നിട്ടുണ്ട്? കൊച്ചിയിൽ വന്നിട്ടുണ്ടോ? തൃശ്ശൂർ വന്നിട്ടില്ല. അപ്പൊ പാട്ടോ വരുമോ? പേര് ഇവിടെയോ? അഫ്റു. അനീന മുഹമ്മദ് ചങ്ങാതി. ഓ ചങ്ങാതി വിട്ടോ, വണ്ടി വിട്ടോ. ഇവിടുത്തെ ആളുകളുടെ ഒരു സംസാരം, ഇവർ ശരിക്കും ജസ്രിയാണ് പറയുക, പക്ഷെ അവർക്ക് എല്ലാവർക്കും മലയാളം അറിയാം. അവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ്. അപ്പം അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പരിപാടികളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നങ്ങനെ രാത്രി ഇനി വേറെ പരിപാടികളൊന്നുമില്ല. നാളെ നമുക്ക് ഇവിടുന്ന് ടാറ്റ ബൈ പറയേണ്ട സമയമായി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിത് എയർപോർട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ലക്ഷദ്വീപിനോട് നമ്മൾ ഗുഡ് ബൈ പറയുകയാണ്. ശരിക്കും ചില സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പോകുമ്പോൾ ഒരു വിഷമമുണ്ടാവും. ഇത് നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും അതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാര്യം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നാളെ മുതൽ നമുക്ക് നടക്കാൻ പോകുമ്പോൾ ഈ കടൽ കാണില്ല, അല്ലെങ്കിൽ ഇത് മിസ് ചെയ്യും എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു യാത്ര. നമുക്കും ഒരു ടൂർ ഓർഗനൈസർ എന്ന നിലയിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾ വളരെ സന്തോഷത്തോടു കൂടെ ആ യാത്രയെ എന്താ പറയുക അതിനകത്ത് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പം നമ്മൾ നമുക്ക് തിരിച്ചു പോകുമ്പോഴും നമുക്ക് ഇവിടെ അല്ലെങ്കിൽ വരാൻ ആവശ്യമായ പെർമിറ്റ് എന്ന് പറയുന്ന സാധനം അതാണിത്. അപ്പോൾ അതവർ സീല് വെക്കും. വന്ന സമയത്തും സീല് വെച്ചു. ഇനി എക്സിറ്റുമാണ് അത് ചെയ്യണം. അപ്പം നമ്മളിവിടെ വന്ന വഴിക്ക് തന്നെ പെർമിറ്റ് ഇനി ആവശ്യമില്ലല്ലോ എന്ന് വെച്ച് ആരും കളയരുത്. തിരിച്ചു പോകുമ്പോഴും അത് എക്സിറ്റ് അടിക്കാൻ അവർക്ക് കൊടുക്കണം. അപ്പം അതൊക്കെയാണ് അവിടുത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ ഓൾറെഡി റെഡിയാണ്. കറക്റ്റ് സമയത്ത് തന്നെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടായിരുന്നു. ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ വേറൊരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തിരിച്ച് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അപ്പം നമുക്കും വളരെയധികം സന്തോഷം. ഞാൻ 4 വർഷത്തിന് ശേഷം വീണ്ടും ലക്ഷദ്വീപിൽ ഒരു ഗ്രൂപ്പായിട്ട് വന്നതാണ്. അപ്പോൾ അന്നത്തേൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ പുതിയ റിസോർട്ടുകളും ചെറിയ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. സിഗ്നൽ അന്നത്തേക്കാളും കൂടുതലുണ്ട്, നെറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒഴിച്ചാൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഗുഡ് ബൈ പറയാണ്. വളരെ നല്ലൊരു ടീമായിരുന്നു ഇതെന്നുള്ളത് ഞാൻ പ്രത്യേകം പറയാണ്. കാര്യം എല്ലാവരും ഒരു ഫാമിലി പോലെ വളരെ ഹാപ്പി ആയിരുന്നു ഈ ഒരു യാത്ര. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത യാത്രയുമുണ്ട്. അപ്പം എല്ലാം പറഞ്ഞ പോലെ.